ഗുഡ് മോർണിംഗ്. ചെറിയൊരു ഡൈമ ലൈഫ് കേട്ടത്. രാവിലെ തന്നെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തു. ഇനി എന്താണ് ചായ കുടിക്കണം. അപ്പോഴാണ് ഞാൻ എൻ്റെ താരനൊക്കെ കാണുന്നത്. അപ്പോൾ ഇന്ന് ഹെയർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. കണ്ട് ഫ്രണ്ട്സ്, ഇങ്ങനെയുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ മാസപൂജയാണ്. മെയിൻ റീസൺ രാവിലെ കുളിക്കുന്നത് അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ടാണ്. രാവിലെ തന്നെ ഞാൻ ഉറക്കമൊക്കെ എണീച്ചത് അമ്പലത്തിലെ പാട്ട് കേട്ടിട്ടാണ്. വേറെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് രാവിലെ തന്നെ ഒരു പാട്ടൊക്കെ കേട്ട് നിൽക്കുമ്പോൾ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്. ഇത് ചിലപ്പം ലോങ് ആവാം, ചിലപ്പം ഷോർട്ട് ആവും. ഇന്ന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണം. അമ്മ അമ്പലത്തിൽ പോയിരിക്കണം. ഇങ്ങനെ താരം കാണുമ്പോൾ തന്നെ ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുളിയിലോട്ടൊക്കെ തുടങ്ങി. രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങനെ നിൽക്കുമ്പോൾ നിറഞ്ഞൊരു ഉന്മേഷമല്ലേ. എനിക്ക് വേറൊരു ഉന്മേഷമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്. ഒന്നാമത് അമ്മ ഇല്ലാത്തതുകൊണ്ട് നയറേൻ്റെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം. പെട്ടെന്ന് തന്നെ അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, മുടി കെട്ടി, മുഖത്തുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവളൊരു സൈഡ് വരുത്തിച്ചു. ഇനിയിപ്പോൾ എനിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഐലൈനർ അങ്ങ് ഭംഗിയിൽ അങ്ങ് എഴുതി മസ്കാര ഇട്ട് പൊട്ട് തൊട്ട് ഇതൊക്കെ മെല്ലെ ചെയ്യാണ്. പിന്നെ മുടി പല ഹെയർ സ്റ്റൈൽസും ചെയ്ത് ചേരാത്തത് കൊണ്ട് സാധാരണ ഇല്ലിട്ട് പിരിച്ചിരുന്നോട്ട് അങ്ങ് പിരിച്ചിട്ട് കലശ വെള്ളം വാങ്ങാൻ കുപ്പി എടുത്ത് ഒരു പായലായിരുന്നു. അമ്പലത്തിൽ നിന്ന് വേഗം വന്ന് അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി വന്ന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഹാപ്പിയായി, അമ്മയും ഹാപ്പിയായി. എൻ്റെ ഗിഫ്റ്റ് കൊടുത്തിട്ട് അമ്മയും ഞെട്ടി, അമ്മേൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാനും ഞെട്ടി. നമ്മുടെ എക്സ്പ്രഷൻ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എത്രത്തോളം അമ്മ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എന്തായാലും ഇന്നത്തെ സർപ്രൈസ് അങ്ങനെ സക്സസ് ആയി. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ അമ്മ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്നുള്ളത്. കാരണം ഞാൻ എവിടെയും പോയിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെയും ഞാൻ അമ്പലത്തിൽ പോയി അവിടെ കുത്തിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ചോറിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് ചോറ് കഴിച്ചിട്ട് എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. അവിടുത്തെ അന്നത്തെ ടേസ്റ്റ് വേറെ. ചോറൊന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് മുത്തപ്പൻ്റെ തലയിൽ വെക്കുന്നത് മടയാണ്. അതിൻ്റെ അടുത്ത് നല്ല വലിയൊരു സർപ്രൈസായി. അച്ഛൻ ഹണി സ്പെഷ്യൽ കേക്കിന് സർപ്രൈസ് ആയിട്ട് നമുക്ക് കൊടുക്കുന്ന കേക്കാണിത്. ഗൈസ്, കേക്ക് മാത്രമല്ല കുനാഫ ചോക്ലേറ്റ് ഉണ്ട്. 3 പെട്ടി കുനാഫ ചോക്ലേറ്റ്. വേറെ എന്തോ കിൻഡർ ജോയ് ആണ്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കിൻഡർ ജോയ് ആണ് കണ്ട്. 2 കിൻഡർ ജോയും. അങ്ങനെ ഗൈസ്, കേക്ക് ഇതാണ്. ഗൈസ്, എന്ത് ബ്യൂട്ടിഫുള്ളാണ് കേക്ക് കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കേക്ക് കട്ടുമ്പോൾ അച്ഛനെ വീഡിയോ കോൾ ചെയ്ത്, അച്ഛനില്ലല്ലോ, അച്ഛനെ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. അച്ഛനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ ഞാൻ വേഗം കുനാഫ ചോക്ലേറ്റ് അൺബോക്സ് ചെയ്ത് അതങ്ങ് കഴിച്ചത്. പിന്നെ മോന് സ്വർഗം കണ്ടു കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോയി വെള്ളാട്ടമൊക്കെ കണ്ട് രാത്രി നൈറ്റായിരുന്നു വന്നത്.